മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ. കർത്താവിശ്വയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ധന്യൻ മാറിവാനൂസ് പിതാവിൻ്റെ കബറിങ്കിലേക്ക് പദയാത്ര നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുണ്യപിതാവിൻ്റെ അനുഗ്രഹം തേടി ആ വിശുദ്ധമായ കബറടങ്കത്തിലേക്ക് നടക്കുന്നവർക്ക് വളരെ സവിശേഷമായ ചില അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്. അത് പ്രധാനമായും ഈ പുണ്യപിതാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ധീരോചിതമായി നടപ്പിലാക്കിയ ഐക്യത്തിൻ്റെ കൃപയാണ്. ദൈവത്തോടുള്ള ഐക്യത്തിൻ്റെ കൃപ, കത്തോലിക്കാ സഭയോടുള്ള ഐക്യത്തിൻ്റെ കൃപ, കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ കൃപ, വ്യക്തിബന്ധങ്ങളിൽ ഐക്യത്തിൽ വളരാനുള്ള കൃപ. അങ്ങനെ റീയൂണിയൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുതുക്കുന്നതിന് ഈ യാത്ര അനേകർക്ക് അനുഗ്രഹമായിട്ടുണ്ട്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന്, സത്യത്തിൻ്റെ പൂർണ്ണതയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലാവിൽ ഉൾപ്പെട്ട കത്തോലിക്കാ സഭയുമായി ഒന്നായിത്തീരുന്നതിന് ഈ വലിയ കൃപ അനേകരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുണ്യപിതാവിൻ്റെ കബറിങ്കിലേക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഇടവക ജീവിതത്തിലും സഭാജീവിതത്തിലും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഐക്യത്തിൽ, പ്രത്യേകിച്ചും കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തിൽ വളരുന്നതിനുള്ള കൃപ ലഭിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ചുവടും വെക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ പ്രധാന അനുഗ്രഹം, മാറിവാനൂസ് പിതാവിൻ്റെ ഈ ലോക ജീവിതകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹമായിരുന്നു തൻ്റെ ഒരു പിൻഗാമിയെ വാഴിക്കണമെന്ന്. അദ്ദേഹം അതിനുവേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കത്തോലിക്കാ സഭയുടെ കേന്ദ്രമായ റോമുമായും മാർപ്പാപ്പയുമായും എഴുത്തുകുത്തുകൾ നടത്തി. അതിന് അനുകൂലമായ മറുപടി കിട്ടി. അദ്ദേഹം പിൻഗാമിയെ സ്വന്തം കൈകൾ കൊണ്ട് അഭിഷേചിക്കുകയും സ്ഥാനാരോഹണം ചെയ്യിക്കുകയും ചെയ്തു. മാർ ഗ്രിഗോറിയോസ് പിതാവാണ് ഈ പുണ്യ പിൻഗാമി എന്ന് നമുക്കറിയാം. മക്കളില്ലാത്ത അനേക ദമ്പതികൾക്ക് ഈ കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് മക്കളെ ലഭിച്ചിട്ടുണ്ട്. യഥാസ്ഥാനത്തിരിക്കുന്നവർ തങ്ങൾക്ക് അനുയോജ്യരായ പിൻഗാമികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ സഭയെ നയിക്കുന്നതിനും പ്രസ്ഥാനങ്ങളെ നയിക്കുന്നതിനും ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാന അനുഗ്രഹം, ആശയക്കുഴപ്പത്തിലിരിക്കുന്നവർക്ക് ലഭിക്കുന്ന വ്യക്തതയാണ്. എന്തു തീരുമാനിക്കണം, അപൂർണതയെ തിരഞ്ഞെടുക്കണമോ പൂർണ്ണതയെ തിരഞ്ഞെടുക്കണമോ എന്ന് ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ ഈ പുണ്യപിതാവിൻ്റെ കബറിങ്കത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണതയുടെ തീരുമാനങ്ങളെടുക്കാൻ, നിറവിൻ്റെ തീരുമാനങ്ങളെടുക്കാൻ അനേകർക്ക് സാധിച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാകുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും നിറവാലും പുതിയ ഉണർവോടുകൂടെ സത്യത്തെ പുൽകാനും സാധിക്കുന്ന അനുഭവങ്ങൾ അനേകമുണ്ട്. മറ്റൊന്ന്, വിവിധ തരത്തിലുള്ള രോഗങ്ങളും രോഗപീഠകളുമെല്ലാം മാറി സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളാണ്. ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യങ്ങൾ, ചെറുതും വലുതുമായ സൗഖ്യങ്ങൾ ലഭിക്കുന്ന അനേകർ ഉണ്ട്. നമ്മൾ വളരെ കൃത്യമായി എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മാറിവാനൂസ് പിതാവിൻ്റെ ജീവിതത്തിൽ ധീരോചിതമായി നടപ്പിലാക്കിയ പുണ്യങ്ങൾ അനുകരിക്കുന്ന ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സത്യസഭയുടെ ദർശനം അനുധാവനം ചെയ്യുന്ന ഈ വേളയിൽ, ഈ വ്യക്തിത്വത്തെ ധ്യാനിച്ച് ജീവിച്ച് ഈ ശക്തി സംഭരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉചിതമായും ധീരോചിതമായും നടപ്പിലാക്കിയ ഈ പുണ്യങ്ങൾ അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഉൾക്കൊണ്ട് നടന്നാൽ അതിന് ഫലമുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ പദയാത്രയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടും ഈ പുണ്യപിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.